ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് കാണിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബണ്ണിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു വീഡിയോസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയണ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തന്നെ എല്ലാതും ഇങ്ങനെ സെറ്റാക്കി വെച്ച്, അതായത് ഓരോ ആൾക്കാർക്കും വേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ ഓർഡർ എടുക്കുന്ന ടൈമിൽ പറയുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഓർഡർ എടുക്കുന്ന ആൾക്കാരെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ എഴുതി വെക്കും. എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കാറില്ല. കാരണം വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഓരോരുത്തരെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുത്ത ഐറ്റംസ് എന്താണെന്നുള്ളത് നമ്മൾ വാട്സപ്പ് നോക്കിയിട്ടും ഓർഡർ ആരൊക്കെ എടുത്തു എന്നുള്ളത് അത് മാത്രമാണ് നമ്മൾ ബുക്കിൽ എഴുതി വെക്കാറ്. പിന്നെ അവരെ നമ്പർ നോക്കിയിട്ട് നമുക്ക് ഓർഡർ എന്തൊക്കെ എടുത്തു എന്നുള്ളത് അവരെ നമ്പർ നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാം ഞാൻ രാത്രി ആകുമ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഓരോരുത്തരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോന്നിൻ്റെ അടിയിലും വെച്ചിട്ട് നമ്മൾ അങ്ങനെ രാത്രി 11 മണി 12 മണി വരെ ഇതേ പാക്കിങ് തന്നെ ഇടുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ വന്നിട്ടാണ് നമ്മൾ പിന്നെ ഇത് പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ അതൊക്കെ വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്കൊക്കെ ഇങ്ങനെ മിസ്സിങ് വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മടിയായിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാണ്ട് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ മിസ്സിങ് വരാറ്. ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഓർഡർ നിങ്ങൾ എടുക്കുമ്പോൾ നമ്മളത് അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തയക്കാം. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, അതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. പിന്നെ കുറേ പേര് ഫുള്ള് വീഡിയോ കാണാണ്ടാണ് എന്താണെന്ന് അറിയില്ല. നമ്മളതിൽ പറയുന്നുണ്ടായിരുന്നു, ഷോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ സെയിലാവണില്ല എന്നുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സെയിലാവാത്ത സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേനും ഓരോരുത്തർ എനിക്ക് ജോലി തരുമോ, എന്നെ ഷോപ്പ് സാധനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് വെറും വാക്ക് പറയണതല്ല. നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ സെയിലാവാത്ത സാധനം നമ്മൾ തീർച്ചയായിട്ടും എടുക്കും. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്തായാലും നമ്മൾ ചെയ്യും. അത് നമുക്ക് ഷോപ്പ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഇതിലാണ്. അപ്പം അതിങ്ങനെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതെന്തായാലും ശരിയായതിന് ശേഷം നമ്മൾ നിങ്ങളോട് പറഞ്ഞ് അതുപോലെ നമ്മൾ ചെയ്തിരിക്കും. പിന്നെ കുറേ പേര് പറയണത് സാധനം കാണുമ്പോൾ വാങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് സെയിലാവണില്ല, കടകളിലൊന്നും വാങ്ങണില്ല, എന്താ ചെയ്യുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ കടകളിൽ ചിലപ്പം വാങ്ങിയെന്ന് വരില്ല. അപ്പം നമ്മൾ അപ്പുറത്തെ കട പോയി ചോദിക്കുക, നമ്മൾ നടന്ന് അന്വേഷിക്കണം. അല്ലാണ്ട് നമ്മളടുത്ത് വന്നിട്ട് ഓർഡർ ഉണ്ടോ എന്ന് ആരും ചോദിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളെ അടുത്തുള്ള കടകൾ, അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ കടകളിലൊക്കെ കയറിയിട്ട് നമ്മൾ ചോദിക്കുക, ഞാൻ ഇങ്ങനെ ബണ്ണ് കട്ട് ചെയ്തിട്ട് കൊടുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുമോ എന്നൊക്കെ അവരോട് ചോദിക്കുക. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും നിങ്ങളെ പോലൊക്കെ തന്നെയായിരുന്നു. ഒരു ഓർഡറും കിട്ടാണ്ട് പല കടകളും കയറി ഇറങ്ങിയിട്ട് നാണം കെട്ടിട്ട് അടക്കമുണ്ട് ഞാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്നതല്ലേ, ആ ഒരു രീതിയിൽ നിങ്ങളും കയറി ഇറങ്ങിയിട്ട് അന്വേഷിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഓർഡർ കിട്ടാനുള്ളൊരു വഴിയാണ് ഒരു ചാനൽ തുടങ്ങുക. ചാനൽ തുടങ്ങിയേക്ക് തന്നെ ആളുകളാരും ഇല്ല, ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നാൽ അങ്ങനെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറുതായിട്ടൊരു ചാനൽ തുടങ്ങി നല്ലൊരു പേരൊക്കെ അതിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെല്ലെ നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ പിന്നെ വീഡിയോസ് കാണാൻ ആളുകളായി. പിന്നെ ആ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ അത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്ത ആൾക്ക് ഷെയർ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മുടെ സാധനങ്ങൾ അവർക്ക് ഇഷ്ടമായി തുടങ്ങും. അപ്പോൾ അതുവഴി നമുക്ക് ഓർഡർ കിട്ടും. പിന്നെ മീഷോത്തെ കാര്യം നമ്മൾ ഇന്നലെ
വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇടും. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനൊരു പേര് കണ്ടെത്തിയിട്ട് നമ്മൾ വീഡിയോ, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് മീഷോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീഷോന്ന് സാധനങ്ങൾ വാങ്ങണ പോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ അത് എടുക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെയിലാവാത്തവർക്ക് വേണ്ടി അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ട്രിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ സ്റ്റാറ്റസ് വെക്കുക. പിന്നെ ഇപ്പം ഞാൻ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉള്ള സഹായം ഞാനും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.